ഞാൻ ജോബിൻ, ഇത് മിഷ മാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡച്ച് സെമിത്തേരിയുടെ ഫ്രണ്ടിലാട്ടോ. ഡച്ചുകാരെ അടക്കം ചെയ്തിട്ടുള്ള ഒരു സെമിത്തേരിയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഇത് വളരെയധികം കാടും പിടിച്ച് ഈ അനാശാസിക്കാരുടെയൊക്കെ ഒരു ഇടത്താവളമായിട്ടായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം വെട്ടിത്തെളിച്ചെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കടക്കാനുള്ള പെർമിഷനൊന്നുമില്ല, എങ്കിലും നമുക്ക് പുറത്തുനിന്ന് കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. കാണാം, അങ്ങോട്ട് പോകാവേ. എൻ്റെ ബാക്കിലേക്ക് കാണുന്നതാണ് പഴയ ലൈറ്റ് ഹൗസിനോട് ചേർന്നിട്ടുള്ള ബീച്ചിന്റെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഡച്ച് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ കാണുന്ന മതിലുകളുടെ അപ്പുറവശത്തായിട്ടാണ് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. 1724 സ്ഥാപിതമായതായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ശ്മശാനമാണ് ഈ ഡച്ച് സെമിത്തേരി എന്നറിയപ്പെടുന്നത്. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ഡച്ച് സെമിത്തേരികളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഇന്ന് ഈ സെമിത്തേരി നിലകൊള്ളുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കീഴിലാണ്. അതുപോലെ ഈ സെമിത്തേരി സ്ഥാപിതമായത് 1724 എന്നത് ഈ ഗേറ്റിന്റെ വലതുവശത്തായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നിർമ്മിച്ചിരിക്കുന്ന ഓരോ ശവകുടീരങ്ങളിലും വ്യത്യസ്തമായ ഡച്ച് രീതികളാണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രശസ്തമായവർക്കും വളരെ മനോഹരമായ രീതികളിലാണ് ഈ ശവകുടീരങ്ങൾ പണിതിരിക്കുന്നു. അതുപോലെ അതിനോട് ചേർന്ന് ചില ലിഖിതങ്ങളൊക്കെ എഴുതി രൂപകൽപ്പന ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ സെമിത്തേരിക്കുള്ളിൽ കാണുന്ന ശവകുടീരങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് അന്ന് ഉപയോഗിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്ന ഗ്രാനൈറ്റ്, മാർബിൾ, അതുപോലെ ലാറ്ററൈറ്റ് തുടങ്ങിയ വസ്തുക്കളായിരുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് തന്നെ വിശദമായ രീതിയിൽ ലിഖിതങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ചില വ്യക്തികളുടെ മരണത്തെക്കുറിച്ചോ വിശദമായ വിവരങ്ങളൊന്നും തന്നെ ഇതിൻ്റെ അകത്തില്ല. എങ്കിലും ഏകദേശം ഒരു ധാരണയിലുള്ളവരുടെയൊക്കെ ലിഖിതങ്ങളിൽ അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊന്നും തിരിച്ചറിയപ്പെടാത്തവരായിട്ടാണ് ഇപ്പോഴും കണക്കാക്കപ്പെടുന്നത്. ഫോർട്ട് കൊച്ചി കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതുപോലത്തെ ഒരു സെമിത്തേരി ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഇനി കാണാൻ സാധിച്ചു എന്നൊന്നും വരില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇത്. ഇങ്ങനെയൊക്കെ ഒരു കലകളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും കാണണം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.